ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. ഇന്ന് മത്തൻ്റെ ഇല തോരനാണ് കേട്ടോ കാണിച്ചിരുന്നത്. നമ്മൾ വളപ്പിൽ തന്നെ ഉണ്ടായതാണ് മത്തൻ്റെ ഇല കൊണ്ടൊരു തോരൻ. നമുക്ക് അത്യാവശ്യം പച്ചക്കറിയൊക്കെ നമ്മളെ വീട്ടുവളപ്പിൽ തന്നെ ഉണ്ട് കേട്ടോ. കോവയ്ക്കയും വഴുതനങ്ങയും പച്ചമുളകും ആവശ്യത്തിനുള്ളതൊക്കെ നമുക്ക് തന്നെ, ചേമ്പും ചേനയും അങ്ങനെയൊക്കെയുള്ള അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നമ്മളെ പറമ്പിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കതിൽ നിന്ന് കുറച്ച് മത്തൻ്റെ ഇല പറിച്ചിട്ടുണ്ട്, കുറച്ച് പച്ചമുളകും പറിച്ചെടുക്കാം. നമ്മളെ വളപ്പിൽ തന്നെ ഉണ്ടായതാണ്. വേനൽക്കാലം ആകുമ്പോൾ കുറച്ച് പച്ചമുളകൊക്കെ നട്ടാൽ ഇതുപോലെ നമുക്ക് ആവശ്യത്തിലുള്ള പച്ചമുളകൊക്കെ പറിച്ചെടുക്കാം. മത്തൻ്റെ ഇല ഈ സമയത്തൊക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉച്ചക്കത്തെ ചോറിനൊക്കെ നല്ല തോരൻ വെച്ച് കഴിക്കാൻ പറ്റിയതാണ്. മത്തൻ്റെ ഇലയും കുമ്പളങ്ങൻ്റെ ഇലയൊക്കെ കറി വെക്കുന്നതാണ്. അങ്ങനെ നമുക്കതൊരു പാള കിട്ടിയിട്ടുണ്ട്. ആ പാളയിലാണ് കേട്ടോ ഞാനത് പറിച്ചെടുത്തുകൊണ്ട് വന്നത്. നല്ല അതിൻ്റെ നാര് ചീന്തി കളയാനുണ്ട്. അങ്ങനെ എല്ലാത്തിൻ്റെ നാര് നമുക്ക് ചീന്തി കളഞ്ഞ് എടുക്കാം. മത്തൻ്റെ ഇല സൗദ കുറച്ച് വേവ് കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. നല്ല കുനുകുനേ അരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചുവന്ന കുഞ്ഞുള്ളി എല്ലാം ചേർത്തിട്ടാണ് കേട്ടോ ഈ തോരൻ ഉണ്ടാക്കേണ്ടത്. നല്ല നല്ല ടേസ്റ്റ് കിട്ടും. അങ്ങനെ നമുക്കെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളകും അരിഞ്ഞ് ചേർത്തതിന് ശേഷം വെളുത്തുള്ളി ചുവന്നുള്ളിയും കൂടി ചതച്ചെടുക്കാം. തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം നമുക്കതൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. കുറച്ച് ഉപ്പ് പൊടി ഇട്ട് ഒരു പാനിലേക്ക് നമുക്കിത് വാരിയിടാം. കടുക് പൊട്ടിച്ചിട്ടൊന്നും ഇടാൻ പാടില്ല കേട്ടോ. ഇതിന് കുറച്ച് വേവുള്ളത് കൊണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ഒരു 10-25 മിനിറ്റ് നല്ല വേവുള്ളൊരു സാധനമാണ് ഈ മത്തൻ്റെ ഇല. അങ്ങനെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുപ്പത്ത് വെക്കുക. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനത് വേവട്ടെ. എല്ലാവരും നമ്മളെ ചാനൽ കാണണം കേട്ടോ. ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ് ചെയ്യണം. നിങ്ങളെ കമൻറ്റും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതിനുശേഷം ഒരു 10-20 മിനിറ്റ് ആയതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ നനച്ച് കൊടുക്കുകയാണ് ചെയ്തത്. കുറച്ച് വെളിച്ചെണ്ണ നനച്ച് കൊടുക്കണം. എന്നിട്ടൊന്നുകൂടി ഒരു 5 മിനിറ്റ് വീണ്ടും നമുക്കൊന്ന് അടുപ്പത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു അരമുറി തേങ്ങയും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അതും ചേർത്ത് ഒന്ന് കൊത്തി വെച്ച് ഒരു 5 മിനിറ്റും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മളെ സ്വാദിഷ്ടമായ മത്തൻ്റെ ഇല തോരൻ റെഡിയായി. ടേസ്റ്റിയായി. എല്ലാവരും വീട്ടിലൊക്കെ മത്തൻ്റെ ഇല ഉണ്ടെങ്കിൽ ഇങ്ങനെ വേസ്റ്റാക്കി കളയണ്ട, ഉണ്ടാക്കി നോക്ക്. കഴിക്കാൻ നല്ല രസമുള്ള മത്തൻ്റെ ഇല തോരനാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് കേട്ടോ. ഓക്കേ, ബൈ ബൈ. താങ്ക് യു.